എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള ഇന്ത്യൻ ജിയോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിൽ കിഴക്ക് ഭാഗത്തായിട്ടും പടിഞ്ഞാറ് ഭാഗത്തായിട്ടും രണ്ട് മലനിരകളുണ്ട്. ഉപദ്വീപീയ ഇന്ത്യയുടെ ഭാഗത്തായിട്ടാണ് ഇവ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. അപ്പോൾ പശ്ചിമഘട്ടം ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് കാണുന്നത്? പടിഞ്ഞാറ് ഭാഗത്ത്. പശ്ചിമ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പടിഞ്ഞാറ് ഭാഗം. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന മലനിരകളെയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്കേ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പർവ്വതനിരകളാണ് പൂർവഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പശ്ചിമഘട്ടത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. പശ്ചിമഘട്ടം, അറബിക്കടൽ. നമുക്കറിയാം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏതാണ്? അറബിക്കടലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ. ഈ അറബിക്കടലിന് സമാന്തരമായിട്ടാണ് പശ്ചിമഘട്ടം കാണപ്പെടുന്നത്. നമ്മുടെ കേരളത്തിന്റെ കിഴക്കേ അതിരിലുള്ള പർവ്വതനിര ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമഘട്ടം ആണ്. പശ്ചിമഘട്ടം ആരംഭിക്കുന്നത് വടക്ക് ഗുജറാത്തിലെ താപ്തി നദീമുഖത്ത് നിന്നാണ് പശ്ചിമഘട്ടത്തിന്റെ ആരംഭം. അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ആരംഭിക്കുകയും കന്യാകുമാരി എവിടെയാണ്? തമിഴ്നാട് സംസ്ഥാനത്തെ കന്യാകുമാരിയിൽ അവസാനിക്കുകയും ചെയ്യുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം ആരംഭിക്കുന്നത് ഗുജറാത്ത് സംസ്ഥാനത്ത് നിന്നും അവസാനിക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്തുമാണ്. പശ്ചിമഘട്ടം ഗുജറാത്തിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരിയിൽ എത്തിച്ചേരുമ്പോഴത്തേക്ക് 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 6 സംസ്ഥാനങ്ങൾ. ഒന്നാമത്തേത് ഗുജറാത്ത്, അത് കഴിയുമ്പോൾ മഹാരാഷ്ട്ര, അത് കഴിഞ്ഞ് ഗോവ, കർണാടക, പിന്നെ കേരളം, അത് കഴിഞ്ഞ് തമിഴ്നാട്. അങ്ങനെ 6 സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ്? 6 സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. അതുപോലെ തന്നെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ട്. ഒന്ന് പോണ്ടിച്ചേരിയും ഒന്ന് ദമാന്തിയിലും കൂടെയും പശ്ചിമഘട്ടം കടന്നു പോകുന്നു. അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ഒന്ന് ദമാന്തിയും രണ്ടാമത്തേത് പോണ്ടിച്ചേരിയും. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു പശ്ചിമഘട്ടത്തിന് അറബിക്കടലിന് സമാന്തരമായിട്ട് ഉള്ള പർവ്വതനിരകളാണ് പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടം ആരംഭിക്കുന്നത് ഗുജറാത്തിലെ താപ്തി നദീമുഖത്ത് നിന്നാണ് പശ്ചിമഘട്ടം ആരംഭിക്കുന്നത്. അത് അവസാനിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. ഇത്രയും നീളം, അതിന് എത്ര കിലോമീറ്റർ നീളമാണുള്ളത്? 1600 കിലോമീറ്റർ നീളമാണ് ഗുജറാത്തിൽ ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുമ്പോഴേക്കും പശ്ചിമഘട്ടത്തിന്റെ ആകെ നീളം. ഇനി പശ്ചിമഘട്ടം 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. 6 സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും ദൂരം പശ്ചിമഘട്ടം കടന്നു പോകുന്നത് കർണാടകയിലൂടെയാണ്. അപ്പൊ പശ്ചിമഘട്ടം ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? കർണാടകയിലൂടെയാണ്. ഏറ്റവും കുറവ് കടന്നു പോകുന്നത് ഗോവയിലൂടെയുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം കടന്നു പോകുന്നത് കർണാടകയിലൂടെയും പശ്ചിമഘട്ടം ഏറ്റവും കുറവ് ദൂരം കടന്നു പോകുന്നത് എവിടെ കൂടെയാണ്? ഗോവയിലൂടെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു സംശയം തോന്നാം, ഈ 6 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് മഹാരാഷ്ട്രയാണല്ലോ. പക്ഷെ മഹാരാഷ്ട്രയിൽ കൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത് കുറഞ്ഞ ദൂരത്തിലാണ്. 6 സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയാണ് വലുതെങ്കിലും പശ്ചിമഘട്ടം കടന്നു പോകുന്നത് കുറച്ച് ദൂരത്തിൽ. എന്നാൽ അതിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ വിസ്തീർണം കുറവായതുകൊണ്ടാണ് അങ്ങനെ കാണപ്പെടുന്നത്. അപ്പോൾ പശ്ചിമഘട്ടം കടന്നു പോകുന്ന 6 സംസ്ഥാനങ്ങളിൽ വലിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. പക്ഷെ ഏറ്റവും നീളത്തിൽ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഏറ്റവും ദൂരം കടന്നു പോകുന്നത് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഏറ്റവും കുറവ് ദൂരമുള്ളത് ഗോവയിലുമാണ്. ഇനി പശ്ചിമഘട്ടത്തിന്റെ ഉയരം, പശ്ചിമഘട്ടത്തിന്റെ നീളം നമ്മൾ പഠിച്ചു 1600 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം 1200 മീറ്റർ ആണ്. പല സ്ഥലങ്ങളിലും പല വലിപ്പം. ഇത് വടക്ക് നിന്ന് തെക്കോട്ട് വരുന്നതനുസരിച്ച് പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടിക്കൂടിയാണ് വരുന്നത്. വടക്ക് നിന്ന് തെക്കോട്ട് വരുന്നതനുസരിച്ച് പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടിക്കൂടി വരുന്നു. പശ്ചിമഘട്ടത്തിൽ പല കൊടുമുടികളുമുണ്ട്, പല ഉയരത്തിലുള്ള കൊടുമുടികളുണ്ട്. പല സ്ഥലത്തും അതിന്റെ
ഉയരം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നോക്കി ശരാശരി ഉയരം കണക്കാക്കുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 1200 മീറ്റർ ആണ്. ഇനി ഓൾറെഡി പറഞ്ഞു, വടക്ക് നിന്ന് തെക്കോട്ട് വരുന്തോറും പശ്ചിമഘട്ടത്തിന്റെ ഉയരം കൂടിക്കൂടി വരുന്നു. ഇനി പൂർവ്വഘട്ടവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പശ്ചിമഘട്ടത്തിനാണോ പൂർവ്വഘട്ടത്തിനാണോ ഉയരം കൂടുതൽ? പശ്ചിമഘട്ടത്തിനാണ് പൂർവ്വഘട്ടത്തേക്കാൾ ഉയരം കൂടുതൽ. പശ്ചിമഘട്ടത്തിന് ഉയരം കുറവാണ്. പൂർവ്വഘട്ടത്തിന് ഉയരം കുറവാണ്. ഇനി പശ്ചിമഘട്ടത്തിൽ ഒത്തിരി കൊടുമുടികൾ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. അതിൽ ഏറ്റവും ഉയരം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ആനമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി എത്ര മീറ്ററാണ് ഉയരം? 2695 മീറ്റർ ഉയരത്തിലാണ് ആനമുടി ഉള്ളത്. ആനമുടി ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിന് ഭാഗത്തുള്ള കൊടുമുടികളിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഉയരമുള്ളത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനമുടി തന്നെയാണ് അതിനുള്ള ഉത്തരം. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. അതിന്റെ ഉയരം 2695 മീറ്റർ ആണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ആനമുടിയാണ്. പിന്നെ ഹിമാലയ മലനിരകളുടെ തെക്ക് ഭാഗത്തുള്ള കൊടുമുടികളിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനമുടിയാണ്. ഇനി പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടിയാണ് മീശപ്പുലിമല. പശ്ചിമഘട്ടത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടിയാണ് മീശപ്പുലിമല. ഇനി പശ്ചിമഘട്ടം മൂന്നാറിലെത്തുമ്പോൾ അത് മൂന്നായിട്ട് തിരിയുന്നുണ്ട്. മൂന്ന് മലനിരകളായിട്ട് തിരിയുന്നുണ്ട്. ആനമല, ഏലമല, പഴനിമല, ഇങ്ങനെ മൂന്ന് മലനിരകളായിട്ട് പശ്ചിമഘട്ടം തിരിയുന്നുണ്ട്. അപ്പോൾ എവിടെ വെച്ചാണ് പശ്ചിമഘട്ടം മൂന്നായിട്ട് തിരിയുന്നത്? മൂന്നാറിൽ വെച്ചാണ് തിരിയുന്നത്. അത് ആനമല, ഏലമല, പഴനിമല. ആനമല വടക്കോട്ടും ഏലമല തെക്കോട്ടും കിഴക്കോട്ട് പഴനിമലയും. ഇങ്ങനെ അപ്പോൾ കിഴക്കോട്ട് തിരിയുന്ന മല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിഴക്ക് ഭാഗത്ത് കാണുന്ന മല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴനിമല. തെക്ക് ഭാഗത്ത് കാണുന്ന മല ഏതാണ്? ഏലമല. വടക്ക് ഭാഗത്ത് കാണുന്ന മലയാണ് ആനമല. ഇനി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അഗസ്ത്യമല. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടി. രണ്ടാമത്തേത് ഏതാണ്? മീശപ്പുലിമല. പക്ഷെ ഏല മൂന്നാറിൽ വെച്ച് പശ്ചിമഘട്ടം മൂന്നായിട്ട് തിരിയുന്നുണ്ട്. അതിൽ തെക്കോട്ട് തിരിയുന്ന പർവ്വതനിരകളാണ് ഏലമല എന്നറിയപ്പെടുന്നത്. ഈ ഏലമലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് അഗസ്ത്യമല. മനസ്സിലായല്ലോ? ഇനി പഴക്കത്തിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പൂർവ്വഘട്ടം ആണ് പശ്ചിമഘട്ടത്തെക്കാൾ പഴക്കമുള്ളത്. പൂർവ്വഘട്ടമാണ് പശ്ചിമഘട്ടത്തെക്കാൾ പഴക്കമുള്ളത്. ഈ പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും കഴിഞ്ഞിട്ടാണ് ഹിമാലയ മലനിരകളുടെ പഴക്കം. അപ്പോൾ പൂർവ്വഘട്ടം, അത് കഴിഞ്ഞ് പശ്ചിമഘട്ടം, ഈ ഒരു ഓർഡറിലാണ് ഹിമാലയ പർവ്വതനിരകൾ. അതിനുശേഷമാണ് പഴക്കത്തിന്റെ കാര്യത്തിൽ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വതനിരകളാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരകൾ ഏതാണ്? ആരവല്ലി പർവ്വതനിരകൾ. പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏത് മലനിരയാണ് പ്രായം കൂടുതലുള്ളത്? അത് പൂർവ്വഘട്ടത്തിലാണ്. പൂർവ്വഘട്ടവും ഹിമാലയൻ പർവ്വതനിരയും നോക്കുമ്പോൾ പൂർവ്വഘട്ടമാണ്. പശ്ചിമഘട്ടവും ഹിമാലയൻ പർവ്വതനിരകളും നോക്കിക്കൊണ്ട് അത് പശ്ചിമഘട്ടമാണ്. അപ്പോൾ പൂർവ്വഘട്ടം പശ്ചിമഘട്ടവും കഴിഞ്ഞിട്ടാണ് ഹിമാലയൻ പർവ്വതനിരകളുടെ പഴക്കം. ഇനി പശ്ചിമഘട്ടം ആരംഭിക്കുന്നത് വടക്ക് ഗുജറാത്തിൽ നിന്നും ആണ് ആരംഭിക്കുന്നത്. വടക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. വടക്ക് ഭാഗത്ത് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യാദ്രി എന്ന പേരിലാണ്. സഹ്യാദ്രി എന്ന വാക്കിന്റെ അർത്ഥം മൗണ്ടൻ ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ സഹനത്തിന്റെ പർവ്വതം. മൗണ്ടൻ ഓഫ് പേഷ്യൻസ് അല്ലെങ്കിൽ സഹനത്തിന്റെ പർവ്വതം എന്നാണ് സഹ്യാദ്രി എന്ന വാക്കിന്റെ അർത്ഥം. കേരളത്തിൽ എത്തുമ്പോൾ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. കർണാടകയിലും തമിഴ്നാട്ടിലും പശ്ചിമഘട്ടം അറിയപ്പെടുന്നത് നീലഗിരി എന്ന പേരിലാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിന് മൂന്ന് ഭാഗങ്ങളിൽ 3 പേരുകളിലാണ് അറിയപ്പെടുന്നത്. വടക്ക് ഭാഗങ്ങളിൽ സഹ്യാദ്രി എന്നും, കേരളത്തിൽ സഹ്യപർവ്വതം എന്നും, കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി എന്ന പേരിലുമാണ് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്.
ഇനി പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു സസ്യമാണ് നീലക്കുറിഞ്ഞി. 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നീലക്കുറിഞ്ഞി അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സസ്യമാണ് നീലക്കുറിഞ്ഞി. ഈ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം പലപ്പോഴും PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന. ഇനി പശ്ചിമഘട്ടത്തിൽ പല സുഖവാസ കേന്ദ്രങ്ങളുമുണ്ട്. അതിൽ പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷനാണ് ഊട്ടി. പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനാണ് ഊട്ടി. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന പശ്ചിമഘട്ടത്തിലെ സുഖവാസ കേന്ദ്രമാണ് മഹാബലേശ്വർ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി വിടാം. സുഖവാസ കേന്ദ്രങ്ങളെ പറ്റി പശ്ചിമഘട്ടത്തിലെ സുഖവാസ കേന്ദ്രങ്ങളായ ഊട്ടി അറിയപ്പെടുന്നത് പശ്ചിമഘട്ടത്തിന്റെ റാണി എന്നും, മഹാബലേശ്വർ അറിയപ്പെടുന്ന പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മഹാബലേശ്വർ. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, പഞ്ചാബാണ്. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ അല്ലെങ്കിൽ സുഖവാസ കേന്ദ്രം, പശ്ചിമഘട്ടത്തിലെ സുഖവാസ കേന്ദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാബലേശ്വർ ആണ്. ഇനി പശ്ചിമഘട്ടവും നദികളും. നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം 44 നദികളാണ് ഉള്ളത്. ഈ 44 നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത്. അതുകൂടാതെ ഒട്ടുമിക്ക ഉപദ്വീപീയ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗോദാവരി, കാവേരി, കൃഷ്ണ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ഇനി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികൾക്ക് വേഗത കുറവായിരിക്കും. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്കാണ് വേഗത കൂടുതൽ. ഇപ്പൊ കേരളത്തിൽ 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ബാക്കി 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾക്ക് വേഗത കുറവായിരിക്കും. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾക്ക് വേഗത കുറവായിരിക്കും. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നമ്മൾ പശ്ചിമഘട്ടത്തിലെ വന്യജീവി സങ്കേതങ്ങൾ, പെരിയാർ വന്യജീവി സങ്കേതം, ഇരവിക്കുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി എന്നിവയാണ് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നാഷണൽ പാർക്കും വന്യജീവി സങ്കേതങ്ങളെ ഒക്കെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. പശ്ചിമഘട്ടത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം, ഇരവിക്കുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി എന്നിവയാണ് പശ്ചിമഘട്ടത്തിലെ കേരളത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ. ഇനി യുനെസ്കോ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്നാണ് ഉൾപ്പെടുത്തിയത്? 2012 ജൂലൈ 1 റഷ്യയിൽ വെച്ച് യുനെസ്കോ നടത്തിയ ഒരു സമ്മേളനത്തിലാണ് നമ്മുടെ പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ലോക പൈതൃക പട്ടികയിൽ എന്നാണ് ഉൾപ്പെടുത്തിയത്? ജൂലൈ 1, 2012 റഷ്യയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിലാണ് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയത്. ഇതിൽ 39 പശ്ചിമഘട്ടത്തിലെ 39 കേന്ദ്രങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 20 കേരളത്തിലും, 10 കർണാടകയിലും, 5 തമിഴ്നാട്ടിലും, ബാക്കി 4 മഹാരാഷ്ട്രയിലുമാണ്. അപ്പോൾ എത്ര കേന്ദ്രങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ എത്ര കേന്ദ്രങ്ങളാണ് ലോക പൈതൃക പട്ടികയിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 39 കേന്ദ്രങ്ങളെയാണ്. അതിൽ എത്രണ്ണമാണ് കേരളത്തിലുള്ളത്? 20, 10 കർണാടകയിൽ, 5 തമിഴ്നാട്ടിൽ, ബാക്കി 4 മഹാരാഷ്ട്രയിൽ. ഇങ്ങനെയാണ് പശ്ചിമഘട്ടത്തിലെ കേന്ദ്രങ്ങളെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള മലനിരയാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യം, ഏറ്റവും കൂടുതൽ വിവിധ തരത്തിലുള്ള ജീവികളും സസ്യങ്ങളും എല്ലാം കാണപ്പെടുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. അപ്പോൾ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ഇന്ത്യയിലെ മലനിര ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമഘട്ടമാണ്.
പശ്ചിമഘട്ടത്തിലാണ് പല ഇനത്തിലുള്ള പക്ഷിമൃഗാദികളും സസ്യങ്ങളും കാണപ്പെടുന്നത്. ലോകത്തിലെ 8 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഇന്ത്യയിലെ മലനിരകളിൽ ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. ജൈവ വൈവിധ്യ വർഷമായി ആചരിച്ചത് 2010 ജൈവ വൈവിധ്യ ദിനം, ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22 ലോക ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് 2011 മുതൽ 2020 വരെയാണ്. അപ്പൊ ജൈവ വൈവിധ്യ വർഷം 2010 ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22 ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് ഏത് വർഷങ്ങളാണ്? ദശാബ്ദം എന്ന് പറയുമ്പോൾ 10 വർഷം. 2011 മുതൽ 2020 വരെയാണ് ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത്. ഇനി പശ്ചിമഘട്ടം പല ജൈവ വൈവിധ്യം നിറഞ്ഞതാണെന്ന് പഠിച്ചു. അവിടെയുള്ള ചില ജീവജാലങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സസ്തനി വിഭാഗമാണ് വവ്വാലുകൾ. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സസ്തനി വിഭാഗമാണ് വവ്വാലുകൾ. ഇതിൽ പഴവവ്വാലും വാലൻ വവ്വാലുമാണ് പ്രധാനപ്പെട്ട വവ്വാൽ ഇനങ്ങൾ. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വവ്വാൽ ഇനങ്ങളാണ് പഴവവ്വാലും വാലൻ വവ്വാലും. എന്നാലും ഈ രണ്ട് വവ്വാലുകളും ഇപ്പോൾ വംശനാശ ഭീഷണിയിൽ പെട്ടവയാണ്. പശ്ചിമഘട്ടത്തിൽ ഏത് സസ്തനി ഇനമാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന? വവ്വാലുകൾ. പലതരം വവ്വാലിന്റെ ഇനങ്ങളെ പശ്ചിമഘട്ടത്തിൽ കാണാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പഴവവ്വാലും വാലൻ വവ്വാലും. ഈ വവ്വാൽ ഇനങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. ഇനി പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷി ഇനമാണ് ചിത്രകൂടൽ ശരപ്പക്ഷികൾ. എന്താണ്? ചിത്രകൂടൽ ശരപ്പക്ഷികൾ. അത് പശ്ചിമഘട്ടത്തിൽ മാത്രമായിട്ടാണ് കാണപ്പെടാറുള്ളതാണ് പറയപ്പെടുന്നത്. ഈ പക്ഷികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉമിനീര് ഉപയോഗിച്ചാണ് അവ കൂട് നിർമ്മിക്കുന്നത്. അപ്പോൾ ഉമിനീര് ഉപയോഗിച്ച് കൂട് നിർമ്മിക്കുന്ന പശ്ചിമഘട്ടത്തിലെ പക്ഷികൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രകൂട പക്ഷികളാണ് ഉമിനീര് ഉപയോഗിച്ച് കൂടുകൾ നിർമ്മിക്കുന്നത്. ഇവ കൂടുതലും വയനാട്ടിലെ പക്ഷിപ്പതാളം വന്യജീവി സങ്കേതത്തിലും ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലുമാണ് ഈ പക്ഷികൾ കൂടുതലായും കണ്ടുവരുന്നത്. ഇനി നക്ഷത്ര ആമകളെ പറ്റി നമുക്ക് നോക്കാം. നക്ഷത്ര ആമകളും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആമകളാണ്. ഈ ആമകൾ പശ്ചിമഘട്ടത്തിലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന ആമ ഏതാണ്? നക്ഷത്ര ആമകളാണ്. അടുത്തതായിട്ട് നമ്മൾ ഒരു ഓന്തിനത്തെ പറ്റി, ഡ്രാക്കോ എന്ന് പറയുന്ന ഒരു ഓന്തിനം. ഇതും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരിനം ഓന്താണ് ഡ്രാക്കോ ഓന്ത്. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന ഓന്തിനം ഏതാണ്? ഡ്രാക്കോ. പശ്ചിമഘട്ടത്തിൽ മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. ഇനി പശ്ചിമഘട്ടത്തിൽ ദിനോസറുകളുടെ കാലത്ത് ജീവിച്ചിരുന്നെന്ന് പറയപ്പെടുന്ന ഒരു തവളയെ 2003 ഡോക്ടർ ബിജു SD ബിജു എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിച്ചു. 2003 ഇവയെ കണ്ടുപിടിച്ചത്. ആ തവളയാണ് പാതാള തവള. അപ്പോൾ പാതാള തവള എവിടെയാണ് കണ്ടുപിടിക്കപ്പെട്ടത്? പശ്ചിമഘട്ടത്തിൽ ഡോക്ടർ SD ബിജു എന്ന് പറയുന്ന വ്യക്തിയാണ് പാതാള തവളയെ കണ്ടുപിടിച്ചത്. 2003 ഇവയെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയത്. ഈ പാതാള തവളയുടെ പ്രത്യേകത എന്താണ്? ദിനോസറുകളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ സമയം മുതൽ ജീവിച്ചിരുന്ന തവളകളാണ് എന്നാണ് പാതാള തവളകൾ എന്നാണ് പറയപ്പെടുന്നത്. പാതാള തവളകളെ പശ്ചിമഘട്ടത്തിൽ കണ്ടുപിടിച്ചത് 2003 പിന്നെ ആരാണ് കണ്ടുപിടിച്ചത്? ഡോക്ടർ SD ബിജു ആണ് കണ്ടുപിടിച്ചത്. ദിനോസറുകളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന തവളകളാണ് ഇവയെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം. ഈ ഗരുഡശലഭത്തെയും കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം. ഈ ശലഭം കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഗരുഡശലഭത്തെ നമ്മൾ കർണാടക സർക്കാർ അവരുടെ ഔദ്യോഗിക ശലഭമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായ ഗരുഡശലഭം പശ്ചിമഘട്ടത്തിലാണ് കാണപ്പെടുന്നത്. അത് കർണാടകയുടെ ഔദ്യോഗിക ചിത്രശലഭമാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് തെന്മല. കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഏറ്റവും വലുത് ഗരുഡശലഭമാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭമാണ് രത്നനീല. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭമാണ്
നീല ഏറ്റവും വലുത് ഗരുഡശലഭം. ഗരുഡശലഭം കാണപ്പെടുന്ന പശ്ചിമഘട്ട മലനിരകളിലാണ്. കർണാടകയുടെ ഔദ്യോഗിക ശലഭമാണ് ഗരുഡശലഭം. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭം ഏതാണ്? ബുദ്ധ മയൂരി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പശ്ചിമഘട്ടത്തെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ഇനി പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളെയും പറ്റിയൊക്കെ ഇനി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പശ്ചിമഘട്ടം ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന മലനിരകളെയാണ് പശ്ചിമഘട്ടം എന്ന് വിളിക്കുന്നത്. ഇത് അറബിക്കടലിന് സമാന്തരമായിട്ടാണ് പശ്ചിമഘട്ടം ഉള്ളത്. ഗുജറാത്തിലെ താപ്തിയിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരി, തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് പശ്ചിമഘട്ടം അവസാനിക്കുന്നത്. 6 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു, 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒത്തിരി ജൈവ വൈവിധ്യം നിറഞ്ഞ മലനിരകളാണ് പശ്ചിമഘട്ടം. യുനെസ്കോ അതിന്റെ പൈതൃക പട്ടികയിൽ, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ മലനിരയാണ് പശ്ചിമഘട്ടം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുക. അവിടെ കാണപ്പെടുന്ന പലതരം ജീവജാലങ്ങളെ പറ്റിയും മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു ക്ലാസ്സിൽ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും ഇനി ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഈ ക്ലാസ് കണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മനസ്സിലാക്കുക.